ഒപ്പം തന്നെ ഒരു കാര്യം, ഈ ആത്മീയതയുടെ പേരിൽ അല്ലെങ്കിൽ സന്യാസത്തിന്റെ പേരിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളുണ്ട്. അത് ആത്മീയതയിൽ മാത്രമല്ല, സകലതിലും ഉണ്ടല്ലോ. പക്ഷേ ആത്മീയതയിലാവുമ്പോൾ ജനങ്ങൾ കൂടുതൽ അതിൽ വിശ്വസിക്കുന്നു. ആത്മീയ പുരുഷന്മാരുടെ വാക്കുകൾ, സന്യാസിമാരുടേതോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും വാക്കുകൾ ദൈവവാക്കുകൾ പോലെ വിശ്വസിക്കുന്നു. അവിടെ ആളുകൾ രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല. നമുക്കറിയാം, മനുഷ്യൻ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ആശ്വാസത്തിൻ്റെ തുരുത്തുകൾ ആളുകൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. പ്രവചനങ്ങളും അതുപോലെ അത്ഭുതങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ സന്യാസത്തിൻ്റെ പേരിൽ നിൽക്കുന്ന അങ്ങനെയുള്ള കള്ളനാണയങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ ആർഷഭാരതത്തിൻ്റെ സനാതനമായ സാംസ്കാരികമായ ആ പൈതൃകത്തിന് നേരെ ഉയർത്തുന്ന വലിയ വെല്ലുവിളികളാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ദ്രപ്രസ്ഥത്തെ പോലും കിടുക്കി വിറപ്പിച്ച വലിയ സന്യാസിമാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അധോലോക നായകന്മാരായിട്ട് പല സിനിമകളിലും സന്യാസിമാരെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ ഇടയിൽ, നമ്മുടെ നാട്ടിലൊക്കെ പല സന്യാസിമാരും സ്വാമിമാരും ഒക്കെ ജനങ്ങളെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാഫിയയുടെ തലവന്മാരായും വസ്തുക്കച്ചവടക്കാരായും മറ്റുള്ള വാണിഭങ്ങളിൽപ്പെട്ടുമൊക്കെ സന്യാസിമാർ മാറുന്ന ഒരു സമയത്ത് സന്യാസത്തിൻ്റെ യഥാർത്ഥമായ ചിത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്തം എന്നെപ്പോലെയുള്ള ആളുകളുടെ കൈകളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സമാധാനത്തിന്റെ പാതയിൽ അങ്ങ് ഒരുപാട് മുന്നോട്ട് പോകാൻ എല്ലാ ആശംസകളും. 4 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. സന്യാസത്തിന്റെ ആത്മസമർപ്പണമാണ്. അതിൽ 25 വർഷം ആഘോഷിക്കാനുള്ളതാണോ എന്നറിയില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും സ്വാമി. നമുക്കറിയാം, പച്ചക്കള്ളങ്ങളും അർദ്ധസത്യങ്ങളും പറഞ്ഞ് ഉള്ള ഈ പറയുന്ന മനുഷ്യന്മാരെ ധ്രുവീകരിക്കാനുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്ന കാലത്ത്, മതേതരത്വത്തെ ചാടി വീണ് ആക്രമിക്കാൻ നീക്കങ്ങൾ നടക്കുന്ന കാലത്ത് സ്വാമിയുടെ ശബ്ദമൊക്കെ എല്ലാ കാലത്തും അതിനെതിരെ കോട്ട കെട്ടി ഉയർന്ന ശബ്ദമാണ്. ആ ശബ്ദം ആ കരുത്തോടെ എല്ലാ കാലത്തും നിൽക്കട്ടെ. താങ്ക് യു സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.